നമസ്കാരം, ജ്യോതിഷ കൈരളിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് വ്യാഴം അതായത് എപ്പോഴും കോൺ രാശികൾ വരുമ്പോൾ വ്യാഴത്തിന് ഇടയ്ക്കൊരു ചെറിയ ചേഞ്ച് വരുമെന്ന് പറഞ്ഞാൽ അത് ഒന്ന് മുമ്പോട്ട് സ്പീഡിൽ പോയിട്ട് പുറകോട്ട് വരും. അപ്പോൾ അങ്ങനെ വ്യാഴത്തിനൊരു മാറ്റം വന്നു. ഇത് നമ്മൾ സ്ഥിരമായി വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം. അതായത് വ്യാഴം നിലവിൽ നിന്നിരുന്നത് മിഥുനത്തിലാണ്, കർക്കിടകത്തിലേക്കൊന്ന് മാറിയത് ഏകദേശം ഡിസംബർ 10 വരെ നിൽക്കുകയുള്ളൂ. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരും. എങ്കിലും ഈ ഒരു മാറ്റം കുറച്ച് കാലമായി സാമ്പത്തികമായിട്ടും ജീവിതത്തിലുമൊക്കെ അസ്വസ്ഥതയും കഷ്ടതയും അനുഭവിച്ചിരുന്നവർക്കൊരാശ്വാസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വ്യാഴമാറ്റത്തെ 3 ഘട്ടമായിട്ട് തിരിക്കുകയാണ്. അതിൽ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും ഗുണം വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ വീഡിയോയിൽ, അതായത് ഈ വ്യാഴം മാറിയത് കഴിഞ്ഞ കുറച്ച് കാലമായി വ്യാഴമാറ്റം കൊണ്ട് അനിഷ്ടവും സാമ്പത്തിക ദുഃഖവും ദുരിതവും കടവുമൊക്കെ ആയിട്ടും കടം മാറ്റിയെടുക്കാൻ കഴിയാതെയൊക്കെ വിഷമിച്ചിരുന്നവർക്കൊക്കെ ഒരു ചേഞ്ച് വരുന്ന സമയമായതുകൊണ്ടാണ് അതാരൊക്കെയാണെന്ന് പെട്ടെന്ന് പറയുന്നത്. അതായത് മിഥുനൻ രാശിക്കാർ, മകയിരം 2, 3 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 1, 2, 3 പാദക്കാരാണ് മിഥുനം രാശിക്കാർ. പിന്നെ മീനം രാശിക്കാർ വളരെ, അതായത് എന്താ പറയുക, ജന്മശനിയും കൂടെ പെട്ട് കുറച്ച് കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് മീനൻ രാശിക്കാർ. അവർക്ക് വ്യാഴം 5ലേക്ക് വരികയാണ്. പിന്നെ മകരൻ രാശിക്കാർ വ്യാഴം 6ൽ നിന്നതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെ ബാക്കി ഒരുവിധമൊക്കെ സമയം നന്നായിട്ട് പോലും അവർക്ക് വേണ്ടത്ര ജീവിതത്തിൽ പുഷ്ടിയും ഐശ്വര്യവും വരാത്തവരാണ്. അപ്പോൾ മകരൻ രാശി എന്ന് പറയുമ്പോഴും മകരൻ രാശിയിൽ നമ്മൾ ഉത്രാടത്തിൻ്റെ 3/4 തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദം വരുന്ന മകരൻ രാശിക്കാർ. അതുപോലെ തന്നെ വൃശ്ചിക രാശിക്കാർ വ്യാഴം അഷ്ടമത്തിലായതുകൊണ്ട് ശാരീരിക ക്ലേശങ്ങളും പിന്നെ എന്താ പറയുക, സാമ്പത്തികമായിട്ട് പെട്ടെന്നുണ്ടായ ചില ബാധ്യതകൾ, കാര്യങ്ങൾ, പെട്ടെന്ന് ധനനഷ്ടം, അതുപോലെ തന്നെ കടബാധ്യത, ഇങ്ങനെയൊക്കെ വന്ന് ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴന്നുകൊണ്ടിരുന്ന വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച്, അതായത് വിശാഖം അവസാന പാദവും അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്നുകൂടി ഒരു ആശ്വാസത്തിൻ്റെ സമയത്തിലേക്ക് അവരെത്തി. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കന്നി രാശിക്കാരാണ്. അതായത് കന്നിക്ക് പൊതുവിൽ വ്യാഴം കൊണ്ട് വലിയ ദോഷം പറയാനില്ലായിരുന്നു. കാരണം അവർക്ക് വ്യാഴം 10ൽ കർമ്മസ്ഥാനത്തായിരുന്നു, 11ലോട്ട് ഒന്നുകൂടെ ലാഭസ്ഥാനത്ത് വന്നു. അപ്പോൾ ഒന്നും കൂടി ഗുണം എന്നേ ഉള്ളൂ, എങ്കിലും അവർക്കും ഗുണമാണ്. അപ്പം മിഥുനം, മീനം, മകരം, വൃശ്ചികം, കന്നി രാശിക്കാർ, ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കെല്ലാം ഈ വ്യാഴമാറ്റം ഡിസംബർ 10 വരെയും താൽക്കാലികമായിട്ട് കുറച്ച് ഗുണം ചെയ്യും. എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് നമുക്ക് നിലവിൽ വന്നിരുന്ന കഷ്ടങ്ങളും തടസ്സങ്ങളും നീങ്ങും. നമുക്ക് അതിനകത്ത് കുറച്ചുകൂടി ഒരു എങ്ങനെ പറയാൻ, ഐശ്വര്യവും സുഖ സമൃദ്ധിയും വരും. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത വരും. ധനപരമായിട്ട് നമ്മൾ ഉപേക്ഷിച്ച് കിടന്ന, അല്ലെങ്കിൽ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച് നഷ്ടപ്പെട്ട് കിടന്ന ധനം തിരിച്ചു കിട്ടാൻ യോഗം വരും. ധനപരമായിട്ടോ അല്ലെങ്കിൽ സ്വത്തുപരമായിട്ടോ ഒക്കെ ചില കേസോ വഴക്കോ ഒക്കെ ഉണ്ടായിരുന്നവർക്കൊക്കെ അനുകൂലമായി ആ ധനം അല്ലെങ്കിൽ സ്വത്ത് കയ്യിൽ വരാനുള്ള യോഗം വരും. അതുപോലെ തന്നെ ഈ നമ്മൾ പറയില്ലേ, സർക്കാർ എന്തെങ്കിലും വികസനമായിട്ട് ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിട്ട് ധനം കിട്ടാതെ വിഷമിച്ചിരുന്നവർ, അവർക്ക് ധനം കൈവശം വരും. ഇനി കുറച്ചുകൂടി വളരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് അധ്വാനിക്കാതെ ചില ബിസിനസ്സുകളിലോ കാര്യങ്ങളിലോ ചെന്ന് പെട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് നിധി കിട്ടുന്ന പോലെ അധ്വാനിക്കാതെ വരുന്ന ധനം. അതായത് ചില എന്താ പറയുക, ആൻറ്റിക്കിൻ്റെ
പുരാവസ്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില ബിസിനസ്സുകളോ കാര്യങ്ങളൊക്കെ ചെന്ന് പെട്ട് അതിനകത്ത് കുറച്ച് ധനം മുടക്കി വർഷങ്ങളായി കാത്തിരുന്ന അത്തരം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ധനം മുടക്കിയിട്ട് തിരിച്ച് വന്നുമില്ല, വരുമെന്ന് പ്രതീക്ഷിച്ച് വർഷങ്ങളായി കഴിഞ്ഞിരുന്ന ചില ആൾക്കാർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ധനലാഭം വരുന്നൊരു സമയം വന്നിരിക്കുകയാണ്. അത് അവരെ സംബന്ധിച്ച് ചിലപ്പോൾ അപ്രതീക്ഷിതമായി നല്ല ധനം തന്നെ ഒരു കൈവശം വന്നെത്താനും കുടുംബത്തിൻ്റെ വീണ്ടും ഒരു ഐശ്വര്യവും ഒരു നിലനിൽപ്പും വരാനുമുള്ള ഒരു സമയമായി. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ സമയത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ കുറച്ച് അതായത് അലോസരങ്ങളൊക്കെ മാറി ഒന്നുകൂടെ സമാധാനവും സ്വസ്ഥതയും അകന്നിരുന്നവരൊക്കെ തമ്മിൽ അടുക്കാനുമൊക്കെയുള്ള ഐശ്വര്യം വരാനുമൊക്കെയുള്ള ഒരു സമയമായി. അകന്നിരുന്ന ബന്ധുക്കൾ നമുക്ക് വീണ്ടും തെറ്റിദ്ധാരണകളൊക്കെ മാറി അടുത്ത് വരും. നമ്മളെ ഇഷ്ടപ്പെട്ട വ്യക്തികൾ അകന്നു നിന്നവർ തിരിച്ചു വരും. എഴുത്ത്, സാഹിത്യം, കല, അതുപോലെ തന്നെ അഭിനയം, ഇതിലൊക്കെ നൃത്യങ്ങൾ, നാട്യം, ഇതിലൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർക്കെല്ലാം കീർത്തിയും പിന്നെ അവരെ ആദരിക്കുകയും അവർക്ക് കുറച്ച് ഗുണവും വരും. മൊത്തത്തിൽ എല്ലാവർക്കും ഈ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പഠനത്തിലൊരു പുതിയ പഠിക്കാനുള്ള വിഷയങ്ങളിലേക്ക് പോകാനും പഠിക്കാനും ഒരു ഊർജ്ജം വരാനും ഒക്കെ ഉള്ള ഒരു സമയമായി. പുതിയ മേഖലകളിൽ അഡ്മിഷൻ കിട്ടുകയോ അതുപോലെ തന്നെ പഠിച്ചിട്ട് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഒരു ജോലി കിട്ടാനോ വിദേശത്ത് പോകാനോ ഒക്കെ കഴിയുന്ന സമയമാണ്. മറ്റൊന്ന്, നമുക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായിരുന്ന ചില സൗഹൃദ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ, പ്രണയങ്ങൾ, ഇതെല്ലാം ഒരല്പം അകൽച്ചയോ അതിൽ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറി വീണ്ടും അവർക്ക് തമ്മിൽ അടുക്കാനും മാനസികമായിട്ടുള്ള സന്തോഷത്തിനും ഉല്ലാസത്തിനൊക്കെയുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരും. ഗുരു കടാക്ഷം ഉണ്ടാവും. അതായത് നമ്മളെ ഗുരുതുല്യരായിട്ട് അല്ലെങ്കിൽ മുതിർന്നവരായിട്ടുള്ള കാരണവര സ്ഥാനത്തുള്ളവരുടെയൊക്കെ ഒരു അനുഗ്രഹവും അതുപോലെ തന്നെ പിതൃക്കളെ കൊണ്ട് നമ്മളെ പൂർവികരെ കൊണ്ടുള്ള സ്വത്തുക്കൾ കൈവശം വരിക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഡ്രീം പ്രോജക്റ്റ്, നമ്മുടെ സ്വപ്ന പദ്ധതികൾ, ഇത് നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ വരികയും ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ പുതിയ പാർട്ണർഷിപ്പ്, പുതിയ ഫിനാൻസ് പാർട്ണർ, പുതിയ ഡെവലപ്മെൻറ്റുകൾ, ഒരു ഊർജം മൊത്തത്തിൽ വരും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മിഥുനം, മീനം, മകരം, വൃശ്ചികം, കന്നി രാശിയിലുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ച്, അതായത് വ്യാഴം 2, 5, 7, 9, 11 ഭാവങ്ങളിൽ വരുന്നതുകൊണ്ട് അവർക്ക് ധനം, പുണ്യം, തീർത്ഥാടനം, ഈശ്വരാനുഗ്രഹം ഇതെല്ലാം വന്നു ചേരും. അപ്പം വ്യാഴം നമുക്ക് അനുഗ്രഹ സ്ഥാനത്താണെന്നർത്ഥം. ഈ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. കാരണം ഇതിൽ ഈ ഡിസംബർ 10 കഴിയുമ്പോൾ വീണ്ടും വ്യാഴം പൂർവ്വസ്ഥിതിയിലേക്ക് പഴയതുപോലെ പുറകോട്ട് പോകും. എവിടെ? മിഥുനത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും 2026 മാർച്ച് വരെയും നമുക്ക് ഇതിൽ കഷ്ടത അനുഭവിച്ചിരുന്നവർക്ക് വീണ്ടും ധനപരമായ കാര്യങ്ങളിലും മറ്റുമൊക്കെ കഷ്ടത ഇല്ലെങ്കിൽ പോലും ഉയർച്ച വരാതെ പോകും. അപ്പോൾ ഈ വരുന്ന സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഇപ്പോഴേ ചെയ്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം. ഞാൻ എപ്പോഴും ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു വഴികാട്ടിയാണെന്ന് പറയാറുണ്ട്. അതിനകത്ത് ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. അതിനകത്ത് നമ്മൾ വഴിപാടുകളോ ക്ഷേത്ര ആരാധനയോ പ്രാർത്ഥനയൊക്കെ മാത്രം പോരാ. നമ്മൾ ഈശ്വരൻ കൊണ്ടുവരുന്ന ആ പ്രപഞ്ചശക്തി തരുന്ന അവസരങ്ങളെ നമ്മൾ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തുന്നവരാണ് മിടുക്കരുത്. അങ്ങനെ മുന്നോട്ട് പോയാൽ ഈ സമയം നിങ്ങൾക്ക് ഗുണകരമാണ്. അതിൽ എനിക്ക് പറയാനുള്ളത് വളരെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരുന്ന മീനം രാശിക്കാരും അതുപോലെ തന്നെ വൃശ്ചികൻ രാശിക്കാരും ഇപ്പോൾ ഇത് നന്നായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരികയാണ്. ഈ താൽക്കാലികമായിട്ടുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റം നന്നായിട്ട് തരും. മാത്രവുമല്ല, ഫ്യൂച്ചറിൽ അതായത് 2026 മാർച്ച് കഴിയുമ്പോൾ വരുന്ന വ്യാഴമാറ്റം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗുണം വരും. അതിന് ഉള്ള ഇപ്പോഴേ നിങ്ങൾ പാകപ്പെട്ട അതിനുള്ള വഴികൾ ഒരുക്കിയിടുക. വ്യാഴ മാറ്റം വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ, ഒരു 6-7 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ കോൺ രാശിയിലായതുകൊണ്ട് വ്യാഴം വീണ്ടും
ഒന്നുകൂടി സ്പീഡിൽ സഞ്ചരിച്ച് തൊട്ടടുത്ത രാശിയിലേക്ക് മാറും. അത് താൽക്കാലികമാണ്. എങ്കിലും ഡിസംബർ 10 വരെ മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് വ്യാഴം ഒന്ന് പകർന്നു മാറി. അപ്പോൾ ആ മാറ്റം നമ്മളെ എങ്ങനെ ബാധിക്കുമെന്നാണ് നോക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ 3 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന രാശിക്കാരുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഈ വീഡിയോയിൽ പറയുന്നത് ഈ വ്യാഴമാറ്റം കൊണ്ട് വലിയ ഗുണവും ദോഷവും ഇല്ലാതെ നിൽക്കുന്ന 3 രാശിക്കാരുണ്ട്. അവരെക്കുറിച്ചാണ്. ആ 3 രാശിക്കാരെന്ന് പറയുമ്പോൾ കർക്കിടകം എന്ന് പറയുമ്പോൾ കർക്കിടക രാശിയിൽ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ ഒരു പാദം, പൂയം ആയില്യം. അപ്പോൾ ഇതിൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 12-ൽ നഷ്ടസ്ഥാനത്തായതുകൊണ്ടും 2-ൽ കേതു ആയതുകൊണ്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ വ്യാഴം ജന്മത്തിലേക്ക് വന്നപ്പം അവർക്ക് താൽക്കാലികമായിട്ട് കുറച്ച് ആശ്വാസമായി. അതായത് നഷ്ടസ്ഥാനത്ത് 12 നിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ആശ്വാസമാണ് നമ്മുടെ ജന്മത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ജന്മത്തിലേക്ക് വ്യാഴം വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ശാരീരികമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സപ്പോർട്ട് വരും. നമ്മൾ അത്തരം അനിഷ്ടങ്ങളൊക്കെ കുറച്ച് മാറി നിൽക്കും. നമുക്ക് കുറച്ചുകൂടി ഒരു സ്വസ്ഥത വന്നെത്തും. അപ്പോൾ അങ്ങനെ കർക്കിടകത്തിന് നമ്മുടെ 12-ൽ നിന്ന് ജന്മത്തിലേക്കാണ് വ്യാഴം. അതുപോലെ മേടം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം കുറച്ച് അനിഷ്ടത്തിൽ നിന്നവരായിരുന്നു. അതായത് വ്യാഴം 3-ലായിരുന്നു. 3-ൽ നിൽക്കുന്ന അത്ര നന്നല്ല. ഒരുപാട് നഷ്ടങ്ങളും ഇതൊക്കെ ഉണ്ടാക്കുക. അത് മാറി വ്യാഴം 4-ലേക്ക് എത്തി. 4 എന്ന് പറയുമ്പോൾ തറവാട്ടിലേക്ക്, കുടുംബത്തിലേക്ക് എത്തി. അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ഐശ്വര്യവും കുറച്ചുകൂടി നമുക്ക് എല്ലാ രീതികളിലും കുറച്ച് ഐശ്വര്യവും ഒരു മാറ്റമൊക്കെ ഉണ്ടാക്കിത്തരും. അതേസമയം അതിനകത്ത് 4-ലേക്ക് വരുമ്പം നമ്മുടെ വളരെ പ്രായം ചെന്ന വയോധികരായ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് പ്രിലിമിനറി സ്റ്റേജിൽ അതിൻ്റെ തുടക്കത്തിലെ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്തങ്ങ് മാറ്റാൻ നോക്കണം. വേറെ ദോഷം ചെയ്യില്ല. അതുപോലെ തന്നെ അപ്പം മേടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം. അത് കഴിഞ്ഞിട്ട് തുലാക്കൂറിനും ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. കാരണം തുലാക്കൂറിന് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യസ്ഥാനത്ത് വളരെ അനുഗ്രഹത്തിലാണ് വ്യാഴം നിന്നിരുന്നത്. ആ വ്യാഴം 10-ലേക്ക് കർമ്മസ്ഥാനത്തേക്ക് മാറുകയാണ്. 10-ൽ വ്യാഴം അത്ര മോശമല്ല, എങ്കിലും ചില കാര്യങ്ങളിൽ അത്ര നല്ലതുമല്ല. അതായത് നമ്മൾ 10-ൽ പുതിയ ജോലി തേടുന്നവർ, അതുപോലെ തന്നെ നമുക്ക് നിലവിലുള്ള ബിസിനസ്സിലൊരു മാറ്റം ആഗ്രഹിക്കുന്നവർ, ഇവർക്കൊക്കെ കുറച്ച് കൊള്ളാം. അതേസമയം 10-ൽ കർമ്മസ്ഥാനത്ത് വ്യാഴം വരുമ്പം നിലവിലുള്ള ജോലി ചിലപ്പം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി വരാൻ, മേലധികാരികളുടെ താക്കീത് വരാൻ, അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എത്ര കാര്യമായിട്ട് നമ്മൾ ആത്മാർത്ഥതയോടെ നമ്മളെ ജോലി ചെയ്താലും അതിൽ അംഗീകാരം കിട്ടാതെ പോകാം, പ്രമോഷൻ കിട്ടാതെ പോകാം. ഇതൊക്കെയാണ് 10-ൽ വ്യാഴം വരുമ്പോൾ ഉള്ളൊരു ഇത്. എന്നാൽ വ്യാഴം പുതിയ ജോലി കിട്ടാനും ജോലി മാറാനും ഒക്കെ ഗുണവുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഇതൊക്കെ ആണെങ്കിൽ പോലും പൊതുവിൽ എല്ലാവർക്കും വ്യാഴം വലിയ ദോഷം ചെയ്യില്ല. കാരണം വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു മഹത്വം. അപ്പോൾ വലിയ കഷ്ടത ഉണ്ടാക്കത്തില്ല. അപ്പോൾ തുലാക്കൂറ് എന്ന് പറയുമ്പം നിങ്ങൾക്കെല്ലാം അറിയാം. അതായത് ചിത്തിര 3, 4 പാദം, ചോതി, വിശാഖത്തിൻ്റെ 3/4, അതായത് 1, 2, 3 പാദങ്ങൾ. അവർക്ക് ഭാഗ്യസ്ഥാനത്തു നിന്നാണ് 10-ലേക്ക് മാറിയത്. വലിയ ദോഷം ചെയ്യത്തില്ല, എന്നാലും ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അപ്പോൾ ഇനി ഈ 3 കൂറുകാരെയും സംബന്ധിച്ച് പൊതുവിൽ വ്യാഴം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നമുക്ക് വ്യാഴത്തെ കൊണ്ട് ധനം ആവശ്യമില്ലാതെ ആർക്കും കടം കൊടുത്ത് സഹായിക്കാതിരിക്കുക. ധനപരമായി മറ്റുള്ളവരെ എന്താ പറയുക, ഒരു കാര്യത്തിലും നമ്മൾ കടമായിട്ടോ അല്ലാതെയോ സഹായിച്ചേ പോകരുത്. കാരണം വ്യാഴം ധനകാരകനാണ്. വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്.
ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ധനം ധാരാളം എന്നെ കൺസൾട്ട് ചെയ്യുന്ന ധാരാളം പിന്നെ നമ്മുടെ അഭ്യുദയകാംക്ഷികൾ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷമമാണ് കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥ. പലരെയും സഹായിച്ചിട്ട് തിരിച്ച് കിട്ടുന്നില്ല. ഒരൊറ്റ വാക്കിൽ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും പറയുന്നു, മറ്റുള്ളവരെ ധനം കൊണ്ട് സഹായിക്കേണ്ടത് നമ്മളെ ജോലിയല്ല. അവർക്ക് ഈശ്വരൻ കൊടുത്ത പ്രാരാബ്ദം അവർ അനുഭവിച്ച് ഈശ്വരനോട് പ്രാർത്ഥിച്ച് ഈശ്വരൻ വേണം കൊടുക്കാൻ. ഈശ്വരൻ്റെ ജോലി നമ്മളെ ഏറ്റെടുക്കരുത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ജോലി ചെയ്ത് കർമ്മം ചെയ്ത് അതിൽ നിന്ന് വരുന്ന വരുമാനത്തിൽ നിന്ന് ഒരു 5% ആഹാരമായിട്ട് വാങ്ങിച്ചു കൊടുക്കാം, വസ്ത്രമായിട്ട് വാങ്ങിച്ചു കൊടുക്കാം. പണമായിട്ട് കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ കഷ്ടനഷ്ടങ്ങൾക്കിടയാകും. അത് ഒരു എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു 80% ആൾക്കാരും ഇത്തരത്തിൽ ധനനഷ്ടം വന്നവരാണ്. ഇനി മറ്റൊന്ന്, വ്യാഴം ഇങ്ങനെ 10 വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. അതായത് സാമ്പത്തിക കാര്യങ്ങൾ ഇടപെട്ട് കൈകാര്യം ചെയ്യുന്നവർ, സാമ്പത്തിക സ്ഥാപനങ്ങളിൽ കൈകാര്യം ചെയ്യുന്നവർ, ബാങ്കിങ് മേഖലയിൽ, ഫിനാൻഷ്യൽ മേഖലകളിലൊക്കെ കൈകാര്യം ചെയ്യുന്നവർ പണം കൈകാര്യം ചെയ്യുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധ പുലർത്തണം. എങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് കാശ് പോയെന്ന് അറിയാത്ത രീതിയിൽ നഷ്ടം വരും. യാത്രകളിൽ പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ എൻ്റെ അലമാരിയിൽ നിന്ന് എടുത്ത സ്വർണ്ണമാണ് ഇന്നലെ ഉപയോഗിച്ചു, പിന്നെ അത് എവിടെ വെച്ചെന്ന് അറിഞ്ഞുകൂടാ. അപ്രതീക്ഷിതമായി നമ്മൾ നഷ്ടം വരും. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ധനനഷ്ടത്തിൻ്റെ ഒരു കാലഘട്ടമാണ്, സൂക്ഷിക്കണം. എന്നാൽ നമ്മളെ ശ്രദ്ധയും ജാഗ്രതയും കൊണ്ട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിയുന്ന സമയമാണ്. അതേസമയം നമുക്ക് ഈ വ്യാഴമാറ്റ സമയത്ത് സന്താനങ്ങളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ പുലർത്തണം. അവരെ ഒന്ന് വാച്ച് ചെയ്യുക, അവരുടെ വഴികളിൽ പുതിയ പുതിയ പദ്ധതികൾ നമ്മൾ ആലോചിക്കുക, പുതിയ കോഴ്സുകൾക്ക് ചേർക്കുക. അതുപോലെ തന്നെ അവരെന്തൊക്കെ ചെയ്യുന്നു, ഏത് വഴിക്ക് പോകുന്നു, നമ്മൾ അവരറിയാതെ അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം സന്താനകാരകൻ കൂടിയായ വ്യാഴം 10 വരുമ്പോൾ അവരുടെ കർമ്മം, അവരുടെ പ്രവൃത്തി, അവരെവിടെയൊക്കെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ഇത് വാച്ച് ചെയ്യേണ്ടത് നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു ഉത്തരവാദിത്വമാണ്. അവർ അപ്രതീക്ഷിതമായ അനാവശ്യമായ ദുർകൂട്ടുകെട്ടുകളിലോ വഴികളിലോ പോകാതെ സൂക്ഷിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് വ്യാഴത്തെ കൊണ്ട് നമ്മൾ ഈ 3 കൂറുകാരും, അതായത് കർക്കിടകം, മേടം, തുലാം കൂറുകാർ, 1, 4, 10 രാശികളിൽ വ്യാഴം നിൽക്കുന്ന ഈ കൂറുകാരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടത്. അതേസമയം ഇതൊക്കെ ആണെങ്കിൽ പോലും പല കാര്യങ്ങളിലും ഇവർക്ക് ഗുണവുമാണ്. അതായത് ഈ പറഞ്ഞ പോലെ 10 വ്യാഴം നിൽക്കുന്ന സമയത്ത് വിവാഹ കാര്യത്തിനൊക്കെ ഗുണം ചെയ്യും. വിവാഹാലോചനകൾ നടത്താം. അതുപോലെ തന്നെ നമുക്ക് ഭാവിയിലേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഭാവിയിലേക്കുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യാം. ബിസിനസ്സിലാണെങ്കിൽ നമ്മൾ ഉടനെ വളരെ പെട്ടെന്നുള്ള പുതിയ പദ്ധതികൾ ആരംഭിക്കരുത്. പകരം അതിനുള്ള പ്ലാനിങ്ങും അതിനു വേണ്ടിയുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കുകളും മാത്രമേ ചെയ്യാവൂ. അതുപോലെ തന്നെ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യാഴം 1, 4, 10 ഭാവങ്ങളിൽ വരുമ്പോൾ, അതായത് കർക്കിടകം, മേടം, തുലാം രാശിയിൽ രാശിക്കാരെ സംബന്ധിച്ച് മേടം അവർക്ക് ഈ 1, 4, 10 സ്ഥാനങ്ങളിലായതുകൊണ്ട് ഇവരെല്ലാം ദൈവാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥനകൾ, തീർത്ഥയാത്ര, അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹ കാര്യങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, ദാനധർമ്മങ്ങൾ, ഇതൊന്നും മുടക്കരുത്. ദാനധർമ്മം ഞാൻ വീണ്ടും പറയുന്നു, അന്നവും വസ്ത്രവുമേ ദാനം ചെയ്യാവൂ. പണം ആർക്കും ദാനം ചെയ്യരുത്, ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതായത് ഒരു ഭിക്ഷക്കാരന് നിങ്ങൾ ഒരു നാണയം കൊടുത്താൽ പോലും നിങ്ങളുടെ പുണ്യത്തിൻ്റെ ഒരു അംശം നഷ്ടപ്പെടും. ആ പ്രാരാബ്ധം നിങ്ങളെ ബാധിക്കും. ധനം മഹാലക്ഷ്മിയാണ്, ആ ഒരു ബോധം വേണം. മഹാലക്ഷ്മി ആർക്കും കൊടുത്തു കളയാനുള്ളതല്ല. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, വലിയ വലിയ വ്യവസായികളും സെലിബ്രിറ്റികളായ കോടീശ്വരന്മാരെ നോക്കൂ, അവരവരുടെ ധനം വളരെ ശ്രദ്ധിച്ചേ കൈകാര്യം ചെയ്യും. അവർ ഭിക്ഷക്കാർക്കും സാധാരണക്കാർക്കൊന്നും കൊടുക്കില്ല. അവരൊരു അനാഥാലയത്തിന് അന്നദാനം നടത്തിക്കും, അല്ലെങ്കിൽ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കും. അല്ലാതെ അവർ നിങ്ങൾ ചെന്ന് കരഞ്ഞ് എങ്ങനെയാണ്, എനിക്കൊരു കടബാധ്യതയുണ്ട്, ഒരു 50,000 രൂപ വേണമെന്ന് ചോദിച്ചു നോക്കൂ, അവർ തരത്തില്ല. അവർ പറയും, ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു ജോലി തരാം, ആ ജോലി ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾ കർമ്മത്തിലൂടെ ധനം ഉണ്ടാക്കി നിങ്ങളെ കടം തീർക്കുക എന്നേ പറയുള്ളൂ. അല്ല ധനമായിട്ട് പണം തന്ന് സഹായിക്കില്ല. കാരണം ധനം മഹാലക്ഷ്മിയാണെന്നൊരു ബോധം അവർക്കുണ്ട്. നമുക്ക് മിഡിൽ ക്ലാസ്സിനൊന്നും അതില്ലാത്തതാണ് ഏറ്റവും വലിയ ദോഷം. നമ്മൾ ധനം
അങ്ങനെ ഒരു ബോധം വയ്ക്കണം. മഹാലക്ഷ്മി വന്നാൽ അത് നിലനിർത്താനും മഹാലക്ഷ്മിയെ വരുത്താനും പഠിക്കണം. അതിനൊക്കെ ഒരുപാട് വഴികളുണ്ട്. അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നവർക്ക് ധനജ്ഞാനം നിലനിൽക്കും. ശ്രദ്ധിക്കാതെ മഹാലക്ഷ്മി അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നവരുടെ കയ്യിൽ മഹാലക്ഷ്മി നിൽക്കുകയില്ല. അപ്പോൾ ഈ 3 കൂറുകാരെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളും കുറച്ച് ജാഗ്രത പുലർത്തണം. അതുപോലെ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് 7ര ശനി ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഒരു വ്യാഴമാറ്റം കൊണ്ടൊരു ആനുകൂല്യമൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ പുതിയ ജോലി, പുതിയ പഠനം ഇതിനൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്ക് സമയം നല്ലതാണ്. അങ്ങനെ ഇത് ഇപ്പോൾ ഉപയോഗിച്ചോളണം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വരുന്ന ഡിസംബർ 10 വ്യാഴം വീണ്ടും പഴയ സ്ഥാനത്തേക്ക് 3ലേക്ക് പോകുമ്പോൾ അന്ന് വീണ്ടും കാര്യങ്ങളിൽ ബ്ലോക്ക് വരും. അതിനു മുമ്പ് ഇപ്പോഴേ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പിന്നെ അത് സ്മൂത്തായി പൊക്കോളും. 2026 മാർച്ച് കഴിയുമ്പം നിങ്ങൾക്കെല്ലാം നല്ല സ്ഥാനത്തേക്ക് വ്യാഴം വന്ന് ഐശ്വര്യം തന്നോളും. ജാതകാൽ ഒരുപാട് പേർക്ക് വ്യാഴമാറ്റം, കഴിഞ്ഞ വ്യാഴമാറ്റം ഏകദേശം 8-9 മാസമായിട്ട്, ഒരു 7-8 മാസമായിട്ട് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി നമുക്ക് നല്ലതല്ല. ആ വ്യാഴം മാറിയത് ചിലർക്ക് നല്ലതുമാണ്. അപ്പോൾ ഈ വ്യാഴമാറ്റം ഇപ്പോൾ താൽക്കാലികമായിട്ട് വ്യാഴം എപ്പോഴും കോൺ രാശിയിലായതുകൊണ്ട് അത് കുറച്ച് സ്പീഡിൽ സഞ്ചരിക്കുകയും മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് കടക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ വ്യാഴം അനുകൂലമല്ലാതെ നിന്ന് ഒരുപാട് രാശിക്കാർക്ക് വ്യാഴം അനുകൂലമാവുകയും വളരെ നന്നായിട്ട് വ്യാഴം അനുകൂലമായിരുന്ന ചിലർക്ക് അനുകൂലം അല്ലാത്ത സ്ഥിതിയിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ 3 വീഡിയോ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വ്യാഴം ഇപ്പം മാറിയത് ഏറ്റവും ഗുണകരം, അതായത് ഡിസംബർ 10 വരെ ഏറ്റവും ഗുണകരമായിട്ടുള്ളവർ വലിയ ഗുണദോഷ സമ്മിശ്രമായിട്ട്, അതായത് വലിയ ഗുണവും ദോഷവും ഇല്ലാത്തവർ. പിന്നെ ഇനി നമ്മൾ ഈ പറയാൻ പോകുന്നവർ ജാതകാൽ വ്യാഴം കൊണ്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട ആൾക്കാർ, അതായത് ജാഗ്രത പുലർത്തേണ്ടവരാണ്. അതായത് വ്യാഴത്തിൻ്റെ മാറ്റം നമുക്ക് അനുകൂലമല്ല എന്നർത്ഥം. അനുകൂലമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എന്ന് വിളിക്കരുത് ആരും. കാരണം ആദ്യം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വ്യാഴം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാവും. അതായത് വ്യാഴം എന്ന് പറയുന്നത് ബ്രാഹ്മണ ഗ്രഹമാണ്. നമ്മുടെ ഒരു എങ്ങനെ പറയും, കുടുംബത്തിലെ ഒരു കാരണവർ, നമ്മളെ ഉപദേശിക്കാനും നമ്മളെ ഈശ്വരാനുഗ്രഹത്തിലേക്ക് പറഞ്ഞു വിടാനും കഴിയുന്ന, നമുക്ക് ദൈവാധീനം തരുന്ന നമ്മുടെ ഒരു എന്താ പറയുക, സപ്പോർട്ടറും അനുഗ്രഹകാരിയാണ് വ്യാഴം. അദ്ദേഹം ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കില്ല. പക്ഷേ ഈ വ്യാഴം ഇപ്പം നിങ്ങൾക്ക് കുറച്ച് കൂറുകാർക്ക് അനിഷ്ടത്തിലേക്ക് പോയി. അനിഷ്ടത്തിലേക്ക് പോയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വ്യാഴം നിൽക്കുന്ന സ്ഥാനത്ത്, വ്യാഴം എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിലെ ഒരു അമ്മാവൻ അല്ലെങ്കിൽ കാരണവരാണെന്ന് വിചാരിക്കുക. അദ്ദേഹം IPS കാരനാണ്. അദ്ദേഹം IG ആയിട്ട് നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് അനുഗ്രഹിക്കാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ IPS കാരനായ വ്യാഴം, നമ്മളെ അമ്മാവൻ, പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിൽ നമ്മളെ നാട്ടിൽ നിന്ന് മാറി ഉത്തരാഖണ്ഡിൽ പിന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ MD ആയിട്ട് പോയി. അദ്ദേഹം നിൽക്കുന്ന സ്ഥാനം അങ്ങനെ ആയിപ്പോയി. നമ്മളെ സഹായിക്കാനും പറ്റില്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യത്തിൽ പോലും വലിയ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഇതാണ് വ്യാഴത്തിൻ്റെ ഈ അനിഷ്ട സ്ഥാനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വ്യാഴം നമ്മളെ ഉപദ്രവിക്കത്തില്ല, ദോഷം ചെയ്യത്തില്ല. പക്ഷേ അദ്ദേഹമാണ് നമുക്ക് ഗുണം ചെയ്യേണ്ടത്. നമ്മളെ അമ്മാവൻ്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ നമ്മളൊരു കാരണവരുടെ സ്ഥാനത്ത്, നമ്മുടെ ഒരു അധ്യാപകൻ്റെ സ്ഥാനത്ത്, ഗുരുനാഥൻ്റെ സ്ഥാനത്ത്. പക്ഷേ ഗുരുനാഥൻ ഇപ്പം അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യത്തിന് പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി നിൽക്കുമെന്ന് വിചാരിച്ചാൽ മതി. ഇതാണ് ഈ വ്യാഴം മാറ്റം കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ വ്യാഴം മാറിയത് ആർക്കൊക്കെയാണ് അത്ര നല്ലതല്ലാത്തത്? ഇടവൻ രാശിക്കാർ. ഇടവൻ രാശിക്കാർക്ക് കഴിഞ്ഞ വ്യാഴമാറ്റം നല്ലതായിരുന്നു, 2-ലായിരുന്നു. ധനം, കുടുംബം, വാക്ക് സ്ഥാനത്ത് വ്യാഴം നിന്നുകൊണ്ട് ഒരുപാട് ഐശ്വര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇടവൻ രാശിക്കാർക്ക് നല്ലതല്ല. ഇടവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, അത് കഴിഞ്ഞ് മകയിരത്തിൻ്റെ 1, 2 പാദം. അവർക്ക് വ്യാഴം ഇപ്പോൾ കുറച്ച് അനിഷ്ടത്തിലാണ് താൽക്കാലികമായിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിയാൽ മതി. വ്യാഴം ദോഷം ചെയ്യില്ല, നമുക്ക് തരേണ്ട സപ്പോർട്ട് തരാതിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നുള്ളത് കുംഭം രാശിക്കാർ. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം ഏകദേശം 1-2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഇപ്പം നമുക്ക് 5-ലേക്ക് വന്നു, പൂർവ്വപുണ്യസ്ഥാനത്ത് വന്നു. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും തന്നുകൊണ്ടിരുന്ന വ്യാഴം
ഇപ്പം നേരെ 6ലേക്ക് മാറി. 6 എന്ന് പറഞ്ഞാൽ രോഗദുരിതസ്ഥാനം, കടം, കെണി, ചതി ഇതൊക്കെ വരുന്ന സ്ഥാനമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ജാഗ്രത പുലർത്തണം. വ്യാഴം നമ്മളെ ഒരു ദോഷം ചെയ്യത്തില്ല, വ്യാഴത്തിന് ഇതിലൊരു പങ്കുമില്ല. നമ്മൾ പോയി കടത്തിലും കെണിയിലും ചാടാതെ ചതികളിൽ പെടാതെ സൂക്ഷിക്കുക. മനസ്സിലായല്ലോ? വ്യാഴത്തിന് ഇതിലൊരു പങ്കുമില്ല. അദ്ദേഹം നമ്മളൊരു കാരണസ്ഥാനത്തുള്ളതിന് അദ്ദേഹം സൈലൻ്റായിട്ട് നോക്കി, അദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ പോയൊരു ചതിയിലോ വഞ്ചനയിലോ പെട്ടാൽ ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ കഥയിൽ പറഞ്ഞ പോലെ അമ്മാവൻ IPS കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് നമ്മളെ നാട്ടിൽ അദ്ദേഹം IG അല്ല, അദ്ദേഹം ഉത്തരാഖണ്ഡിലാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ നേരിട്ട് ഇടപെടാൻ പോലും പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥാനം നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ അനാവശ്യ കാര്യങ്ങളിലേക്ക് ചാടരുത്. ഇപ്പോൾ കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അവിട്ടം 3, 4 പാദം, ചതയം, പൂരിട്ടാതിയുടെ 3/4, 1, 2, 3 പാദങ്ങൾ. ഇവരിപ്പോൾ കുറച്ച് കാലത്തേക്ക് ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. ഡിസംബർ 10 കഴിയുമ്പോൾ വീണ്ടും വ്യാഴം പൂർവ്വസ്ഥയിലേക്ക് പുറകോട്ട് പോകും, 5ലേക്ക്, മിഥുനത്തിലേക്ക് പോകും. വീണ്ടും നമുക്ക് പഴയതുപോലെ ഒരു ഊർജ്ജം കിട്ടും. അത് 2026 മാർച്ച് വരെ നിൽക്കുകയും ചെയ്യും. ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധനുക്കൂറുകാർക്ക് വ്യാഴം 7 നല്ല സ്ഥാനത്തായിരുന്നു, നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അഷ്ടമത്തിലേക്ക് മറഞ്ഞു. അത് കുറച്ച് കടുപ്പമാണ്. കാരണം അഷ്ടമത്തിൽ മറയുമ്പോൾ നമുക്ക് രോഗക്ലേശങ്ങളും കഷ്ടതയും അപ്രതീക്ഷിതമായി പേരുദോഷവും പിന്നെ ഒക്കെ വരാവുന്നൊരു സമയമാണ്. വളരെ ജാഗ്രത പുലർത്തണം. ചെറിയ ആരോഗ്യ പ്രശ്നം വന്നാൽ പോലും ഉടനെ നമ്മൾ ചികിത്സയിലേക്ക് പോകണം. അപ്പം ധനുക്കൂറുകാരാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ഞാൻ പറയാതെ തന്നെ അറിയാം, മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1-ാം പാദം, ഇത്രയും നക്ഷത്രക്കാർ വളരെ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. അതുപോലെ ധനുക്കൂറ് പോലെ തന്നെയാണ് ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് 11 ലാഭസ്ഥാനത്താണ് വ്യാഴം നിന്നിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ കാര്യങ്ങളിലും കുറച്ച് ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. 12 നഷ്ടസ്ഥാനത്തേക്കാണ് ഇപ്പോൾ വന്നത്. നഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം കഷ്ടം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജാഗ്രത പുലർത്തേണ്ട കാലമാണ്. അപ്പോൾ ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ സ്ഥിരം കാണുന്ന എല്ലാവർക്കും അറിയാം, മകം, പൂരം, ഉത്രത്തിൽ 1-ാം പാദം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ 4 രാശിക്കാർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴമാറ്റം വളരെ നല്ലതായിരുന്നു. നമ്മുടെ കഴിഞ്ഞ വ്യാഴമാറ്റം ഈ 8-9 മാസം മുമ്പേ വ്യാഴം മാറിയപ്പോൾ. പക്ഷേ ഇപ്പോൾ താൽക്കാലികമായിട്ട് വ്യാഴം ഒന്ന് മാറിയത് നല്ലതല്ല. മാത്രമല്ല ആ വ്യാഴം ഈ 4 കൂറുകാരെയും കുറച്ച് ശ്രദ്ധ പുലർത്തേണ്ട അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അത് താൽക്കാലികമാണ്. താൽക്കാലികം മീൻസ് നമ്മളൊരു ഈ വരുന്ന ഡിസംബർ 10 വരെ സൂക്ഷിക്കണം. ഇടവക്കൂറ്, കുംഭക്കൂറ്, ധനുക്കൂറ്, ചിങ്ങക്കൂറ്, അതായത് വ്യാഴം 3, 6, 8, 12 ഭാവങ്ങളിൽ വ്യാഴത്തിൻ്റെ ഏറ്റവും അനിഷ്ട ഭാവങ്ങളാണ്. അപ്പോൾ എന്തു ചെയ്യും? ആ ഭാവങ്ങളിൽ നിൽക്കുന്നവർ ഇപ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും ചെറിയ തടസ്സങ്ങളോ കാലതാമസമോ വരും. കുറച്ച് വെയിറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കണം. കാരണം ഇതിപ്പോൾ ഒക്ടോബർ അല്ലേ, നവംബർ, ഡിസംബർ 10 വരെ ഏകദേശം ഒരു മാസം, 1.25 മാസത്തിൻ്റെ ഗ്യാപ്പ്. അത്രയും സമയം കുറച്ച് ക്ഷമിച്ചൂടെ? അപ്പം ബിസിനസ്സിൽ പുതിയ പദ്ധതികളൊന്നും ഈ കൂറുകാർ ആലോചിക്കരുത്. നിലവിലുള്ള ജോലിയിൽ മാറ്റം ആലോചിക്കരുത്. ഉള്ളത് വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഇപ്പോഴേ പുതിയ ജോലിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷേ ഇത് വിടരുത്, പുതിയ ജോയിൻ ചെയ്യുകയും ചെയ്യരുത്. പുതിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പദ്ധതികളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും. വളരെ വാച്ച് ചെയ്ത് സൂക്ഷിച്ച് അതിനകത്ത് കൈനഷ്ടം വരാതെ, ധനനഷ്ടം വരാതെ ഇടപെടാവൂ. അതുപോലെ തന്നെ പേരുദോഷം, അപഖ്യാതി എന്നും കേൾക്കാതെ സൂക്ഷിക്കണം. എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായ നിരീക്ഷണം വേണം. കൂടെ നിൽക്കുന്നവർ, അതായത് കലാ, സാഹിത്യം, രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർ, ഒപ്പം നിൽക്കുന്നവരിൽ നിന്ന്, കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്, ഒപ്പം നിൽക്കുന്നവരിൽ നിന്ന് ചതിയോ കാലുവാരലോ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഏറ്റവും വിശ്വസ്തരോട് പോലും നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ തുറന്ന് പറയാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി വ്യാഴം അനുകൂലമായിട്ട് വന്ന സമയത്തൊക്കെ വന്ന പുതിയ പുതിയ സൗഹൃദങ്ങൾ, സോഷ്യൽ മീഡിയ വഴിയൊക്കെ വരുന്ന ബന്ധങ്ങൾ, ഇതൊക്കെ നല്ല വാച്ച് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾക്ക്, ഇടപാടുകൾക്കൊന്നും പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങൾ ജീവിതത്തിൽ ദൈവാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് യോഗ, ധ്യാനം, ഈശ്വരഭക്തി, പ്രാർത്ഥന, പ്രാർത്ഥനാലയങ്ങളുടെ സന്ദർശനം, ഇതൊക്കെ ചെയ്ത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക, അന്നദാനം നടത്തുക, ഗുരുതുല്യരായ ആൾക്കാരെ ബഹുമാനിക്കുക, അവരെ പ്ലീസ് ചെയ്യിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നല്ല പ്രായം ചെന്ന വ്യക്തികളെ, വൃദ്ധരായവരെയൊക്കെ മാനിക്കുക. കഴിയുന്നത്ര നമുക്ക് കഴിയുന്ന പോലെ പ്രാർത്ഥനകൾ, പിന്നെ പുരാതനമായ വിഷ്ണു ക്ഷേത്രങ്ങൾ, വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുക. ഗുരുവായൂർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവല്ല ശ്രീവല്ലഭ പെരുമാൾ, കാച്ചാങ്കുറിശി മഹാവിഷ്ണു പെരുമാൾ, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ പള്ളികളിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ സ്ഥിരം പോകുന്ന പള്ളി അല്ലാതെ തന്നെ വളരെ പ്രാധാന്യമുള്ള പ്രാർത്ഥനാലയങ്ങളുണ്ട്. വളരെ ചൈതന്യവത്തായ, വളരെ പേരുകേട്ട പ്രാർത്ഥനാലയങ്ങൾ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുകയും, ഇപ്പോൾ നമ്മൾ വേളാങ്കണ്ണി പള്ളി എന്നൊക്കെ പറയും, അതുപോലെ തന്നെ ഭീമാപള്ളി എന്ന് പറയും, അതുപോലൊക്കെയുള്ള പള്ളികളിൽ പോയി പ്രാർത്ഥിച്ച് നമ്മൾ അവിടുത്തെ അനുഗ്രഹം തേടി ദൈവാധീനം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക, അനാവശ്യമായ രഹസ്യ ഇടപാടുകളെല്ലാം ഒഴിവാക്കുക. ഇങ്ങനെ ദൈവാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയാൽ ഇടവം, കുംഭം, ധനു, ചിങ്ങം കൂറുകാരെ സംബന്ധിച്ച് വലിയ ദോഷം ചെയ്യാതെ ഈ വ്യാഴമാറ്റം കടന്നു പോകും. മറ്റൊന്ന്, ജോലിയിലിരിക്കുന്നവരാണെങ്കിൽ നമ്മളെ ഉത്തരവാദിത്തങ്ങൾ വളരെ ജാഗ്രത പുലർത്തണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യുക, പിന്നടത്തേക്ക് മാറ്റി വയ്ക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തം വേറെ ആരെയും ഏൽപ്പിക്കാതിരിക്കുക. നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങളിൽ, തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിൽ ഒന്നിലധികം തവണ ചിന്തിക്കുകയും ഒരു സെക്കൻഡോ തേർഡോ ഒപ്പീനിയൻ അന്വേഷിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ പോകുന്ന ഒരാൾക്ക് ജീവിതത്തിൽ പരാജയം വരില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് നമ്മുടെ കാര്യം തീരുമാനിക്കുന്നൊരു കാര്യമല്ല, ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ ഗുണദോഷങ്ങളെ അല്ലെങ്കിൽ പോകുന്ന വഴിയിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ ജ്യോതിഷത്തിന്. പരിഹാരമായി നമുക്ക് ദൈവാധീനം വർദ്ധിപ്പിച്ചാലും ദൈവം കൂടെ വന്നൊന്നും ഒന്നും ചെയ്തു തരില്ല. നിങ്ങൾ വലിയ ഹോമവും വലിയ പൂജകളും ഒക്കെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ നമുക്ക് താൽക്കാലികമായിട്ടൊരു ദൈവാധീനം വർദ്ധിക്കാനും, അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് നിങ്ങൾ ആ പ്രപഞ്ചശക്തിയെ സ്വയം പ്രാർത്ഥിക്കുകയും ധ്യാനം ചെയ്യുകയും നിങ്ങൾ തന്നെ അനുഷ്ഠാനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. രണ്ടാമത്തേത്, നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുക. ഈശ്വരൻ എപ്പോഴും നമുക്ക് യുക്തിയും ബുദ്ധിയുമായിട്ടാണ് വിളങ്ങുന്നത്. അപ്പം വേണ്ടതുപോലെ തോന്നാൻ ആ പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ഒരു വഴിക്ക് നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉൾമനസ്സ് പറയും, നമ്മളെ സബ് കോൺഷ്യസ് പറയും അത് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മളെ ബോധമനസ്സ് പറയും അതല്ല, ഒന്ന് പോയി നോക്കാം. അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഉപബോധ മനസ്സ് പറയും നമ്മൾ കേൾക്കണം. നമ്മുടെ ഉള്ളിലൊരു നമ്മളെ നയിക്കുന്ന സോളുണ്ട്, ആ സോള് തരുന്ന നിർദ്ദേശങ്ങൾ ചെയ്യണം. അത് പ്രാർത്ഥനയും ദൈവാധീനം ഉള്ളവർക്ക് അത് കൃത്യമായിട്ട് ഉൾവിളി ഉണ്ടാകും. ആ ഉൾവിളി കളയരുത്. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ 4 കൂറുകാർ, ഇടവം, കുംഭം, ധനു, ചിങ്ങം കൂറുകാർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. എന്തായാലും ഡിസംബർ 10 നിങ്ങൾക്ക് 4 പേർക്ക് വീണ്ടും പഴയതുപോലെ വ്യാഴം അനുഗ്രഹകാരിയായിട്ട് മാറുകയാണ്, മിഥുനത്തിലേക്ക് മാറും. അതുവരെയും കുറച്ച് ക്ഷമയോടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക. എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ജ്യോതിഷ കൈരളിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ട്, നിങ്ങളുടെ പ്രോത്സാഹനം, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ, ഇതിനൊക്കെ പ്രപഞ്ചശക്തിയുടെ പേരിൽ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഒപ്പം തന്നെ ഇതിൻ്റെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് കൺസൾട്ടിങ്ങിനായിരുന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് മെസ്സേജ് ഇടുക. എപ്പോഴും മെസ്സേജ് ഇട്ടാൽ പോലും ഞാൻ ഒരിക്കലോ 2 തവണയോ കണ്ടില്ലെങ്കിൽ വീണ്ടും റിമൈൻഡ് ചെയ്യുക. കാരണം പ്രായം കൊണ്ട് എനിക്ക് എപ്പോഴും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഫോളോ ചെയ്തൊന്നും വരികയില്ല. കുറച്ച് മാത്രമല്ല, നമ്മുടെ തിരക്കുമൊക്കെ കൊണ്ട് ചിലപ്പോൾ വിട്ടുപോയാലും നിങ്ങൾ ക്ഷമിക്കണം. കാരണം അതിനകത്ത് വീണ്ടും നിരന്തരം റിമൈൻഡർ ഇട്ട് തന്നെ ഓർമ്മിപ്പിക്കണം. എല്ലാവർക്കും എന്നും നമ്മളൊരു കുടുംബമായി മുന്നോട്ട് പോകാൻ ആ പ്രപഞ്ചശക്തി അനുഗ്രഹിക്കട്ടെ. എൻ്റെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാകും. ഹരേ കൃഷ്ണ.